Hello friends, welcome to channel. 𝙑𝙤𝙬𝙬 channel സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന OneCard ക്രെഡിറ്റ് കാർഡിന്റെ പിൻ എങ്ങനെ നമുക്ക് തന്നെ മാറ്റാനാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് ക്രെഡിറ്റ് കാർഡ് ആയാലും ഡെബിറ്റ് കാർഡ് ആയാലും പിന്ന് നമുക്ക് എത്ര ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അപ്പോൾ നമുക്കൊരു പിന്ന് നമ്മുടെ ഒരു പിന്ന് ലീക്ക് ആയെന്നോ അല്ലെങ്കിൽ നമുക്കൊരു പിന്ന് നമ്മൾ അടിക്കുമ്പോൾ ഒരാൾ നമ്മൾ ഷോപ്പിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കണ്ടു എന്ന് വിചാരിക്കുക. നമുക്ക് എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതും ഈസി ആയിട്ട് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു പ്രത്യേക കുറച്ച് മെയിനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തൊന്ന് ചെക്കൗട്ട് ചെയ്യാം. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പുതിയ പേജ് തുടങ്ങിയിട്ടുണ്ടെന്ന് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മൾ ആമസോണിൽ ഒരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്, ഇൻഫ്ലുവൻസർ സ്റ്റോർ URL ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ ചാനലിൽ ഒരു പേജ് നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ ഒന്ന് നോക്കി നോക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്കിത് മാറ്റണമെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക ഒരു അതിന് കുറച്ച് അതിന് കറക്റ്റായിട്ട് വാക്ക് കിട്ടുന്നില്ല. എന്തായിരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്ന ഫോണിലായിരിക്കണം നമ്മുടെ ആപ്പ് രജിസ്റ്റർ ആയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഈ ഫോണിലാണ് ഞാനിപ്പോൾ ആക്ച്വലി OneCard ആയിരുന്നു പറയാം. അപ്പോൾ OneCard ആപ്പ് ഞാൻ ഇതിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഫോൺ ഇപ്പോൾ നമ്മൾ ഈ സിമ്മ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ OneCard ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അതിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സിമ്മ് മാറ്റി കഴിഞ്ഞാൽ ഒന്നുകൂടി നമ്മുടെ സിം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് വരും. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ സിം ആണെങ്കിൽ മാത്രമേ അതിൽ രജിസ്റ്റേർഡ് ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇത് ഒരു രജിസ്റ്റേർഡ് സിം അല്ലാണ്ട് നമുക്ക് നമ്മുടെ ആപ്പിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ മിനിമം നമുക്കൊരു ഇത് വേണ്ടത് അതാണ്. സിമ്മ് ഒറിജിനലായിരിക്കണം, നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ തന്നെ ആയിരിക്കണം. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്പിൽ OneCard ആപ്പിൽ ഇപ്പോൾ സ്പെസിഫിക്കായിട്ട് നമ്മൾ OneCard കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് OneCard ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനത് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നമുക്കിപ്പോൾ മൊബൈലിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ OneCard ആപ്പിലേക്ക് കയറാം. നമുക്ക് എങ്ങനെ നമ്മൾ നോക്കിയത് OneCard നമുക്ക് ഇതാണ് നമ്മുടെ OneCard കേട്ടോ. മെറ്റൽ ക്രെഡിറ്റ് കാർഡാണ്, ഇത് നോർമൽ ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും 2 ടൈപ്പ് ക്രെഡിറ്റ് കാർഡ്, സെക്യൂർ ക്രെഡിറ്റ് കാർഡും അൺസെക്യൂർ ക്രെഡിറ്റ് കാർഡും. ഇത് നമ്മുടെ അൺസെക്യൂർഡ് ആണ്. സെക്യൂർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് FD ക്രെഡിറ്റ് കാർഡാണ്. ഇത് അൺസെക്യൂർ ക്രെഡിറ്റ് കാർഡും ഇതിപ്പോൾ OneCardനായാലും OneCard ലൈറ്റിനായാലും രണ്ടും ബാധകമാണ് കേട്ടോ. രണ്ടും സെയിം തന്നെയാണ്. ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ സംഭവം പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് വരും, അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി കയറി ഇനി നമുക്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു ഹോം പേജാണ് വരിക നമ്മുടെ ലിമിറ്റൊക്കെ മുകളിൽ കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ കാണാം. നമുക്ക് നമ്മുടെ പടം വെച്ചിട്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അപ്പോൾ ഇതിലായിട്ട് നമുക്ക് താഴെയായിട്ട് ക്വിക്ക് ആക്ഷൻ കണ്ടോ, നമുക്ക് 2-3 ഓപ്ഷൻസ് വരുന്നുണ്ട്. നീഡ് ഹെൽപ്പ്, അതുപോലെ ക്വിക്ക് ആക്ഷൻ, ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യാനുള്ളത്, അതുപോലെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ജനറേഷൻ ഡേറ്റ് ഡ്യൂ ഡേറ്റ് ഒക്കെ കയറിയിട്ട് അതിൽ നമുക്ക് ക്വിക്ക് ആക്ഷനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ 3 ഓപ്ഷൻസ് കാണാം. ബ്ലോക്ക് കാർഡ്, ചേഞ്ച് പിന്ന്, റിപ്പോർട്ട് ഫ്രോഡ്, റേസ് ട്രാൻസാക്ഷൻ ഡിസ്പ്യൂട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ചേഞ്ച് പിന്ന് കൊടുത്താൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ചേഞ്ച് പിന്ന് കൊടുക്കാം. നമ്മളിപ്പോൾ പുതിയ പിന്ന് ഉണ്ട്, നമുക്ക് ന്യൂ പിൻ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ സെറ്റ് എ സ്ട്രോങ് പിൻ ഇത് കൊടുത്തിട്ടുണ്ട്. സെയിം ഫോൺ നമ്പർ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് രണ്ടും കൺഫേം ചെയ്തിട്ട് 2 കൊടുത്താൽ നമുക്കൊരു OTP വരും. OTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിന്ന് റീസെറ്റ് ആയിട്ട് ഞാൻ എന്തായാലും ഇപ്പോൾ റീസെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരാത്തത്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു 1 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ പുതിയ പിന്ന് സെറ്റ് ചെയ്യാട്ടോ നമുക്ക് OneCardൽ. അപ്പോൾ നിങ്ങൾ OneCard യൂസർ ആണെങ്കിൽ ഒന്ന് ട്രൈ നോക്കുക. ഇത് നമുക്ക് OneCard മാത്രമല്ല, OneCard നോർമൽ OneCardനും OneCard ലൈറ്റ്, അതായത് FD OneCard ഉണ്ടല്ലോ, FD ഇട്ട് കിട്ടുന്ന OneCard ആയാലും സെയിം ആണ്. ഇത് നമുക്ക് നിങ്ങളെല്ലാ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്പിലും ഈ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് പിന്നെ ഓട്ടോമാറ്റിക്കലി OneCardൽ അല്ല നമ്മുടെ അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആപ്പിൽ കൂടെ തന്നെ മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഹോം പേജിൽ സെറ്റിങ്സിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൽ എല്ലാത്തിലും ഓൾമോസ്റ്റ് എല്ലാത്തിലും ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് എങ്ങനെ പിന്നെ എങ്ങനെ ചേഞ്ച് ചെയ്യാം നമുക്ക് തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോ ആയിരുന്നു. നമുക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.